ഹലോ ഹായ് നമസ്കാരം. ഇന്ന് നമുക്കൊരു മാങ്ങ ഉപയോഗിച്ചൊരു തേങ്ങാപ്പാൽ ഒഴിച്ചൊരു കറി ഉണ്ടാക്കാം. ഇവിടെ എല്ലാവരും ഇതിനെ മാങ്ങ റോസ് കറി എന്നാണ് പറയുന്നത്. അതിൻ്റെ കളർ റോസ് ആയതുകൊണ്ടാണ്. ആ കളർ റോസായി കിട്ടുന്നതും റോസ് അല്ലാതാകുന്നതും അതിനകത്ത് ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റുമാണ്. ഞാനത് കറിക്ക് റെസിപ്പിയിൽ പറയുന്നുണ്ട്, ശ്രദ്ധിച്ചാൽ മതി. കുറച്ച് ചുവന്നുള്ളി വേണം, 2 പച്ചമുളക് വേണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം. എല്ലാം നന്നായി കൊത്തി അരിഞ്ഞെടുക്കുക. പൊടി പൊടിയായി തന്നെ കൊത്തി അരിയുക. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ എല്ലാം ഒരുപോലെ വഴന്ന് കിട്ടുകയുള്ളൂ. പലതും പല വലിപ്പമാണെങ്കിൽ നമുക്ക് ആ വഴറ്റിയെടുക്കുന്നതിനകത്ത് ചിലത് വഴന്ന് കിട്ടും, ചിലത് വഴില്ലാതെ ഇരിക്കും. ഇനി നമുക്ക് ആവശ്യമുള്ളത് നല്ല പച്ച മാങ്ങയാണ്. മാങ്ങയുടെ തൊലി കളഞ്ഞ് എടുക്കുക. മാങ്ങയുടെ തൊലി കളഞ്ഞെടുത്തിട്ട് അത് നന്നായി കൊത്തി അരിയുക. കഴിഞ്ഞ ദിവസം നമ്മളൊരു മാങ്ങ തോരൻ വെച്ചില്ലേ, അത് നമ്മൾ വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തില്ലേ, അതുപോലെ തന്നെ നമുക്കിവിടെ നൈസായിട്ട് അരിഞ്ഞെടുക്കാം. ഇത് നമ്മൾ പൂളി എടുക്കുകയൊന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് നേരിട്ടിങ്ങനെ കൊത്തി അരിഞ്ഞ് എടുക്കാം. അപ്പോൾ അതിനുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ ആ മുഴുവൻ മാങ്ങയും നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഈ മാങ്ങയും ഒരുപോലെ തന്നെ അരിഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. കാരണം മാങ്ങയുടെ കഷ്ണങ്ങൾ ഇടയ്ക്ക് വലുതായി പോകും. നമ്മൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ പെട്ടെന്ന് അരിയുമ്പോൾ ചിലപ്പോൾ ചില കഷ്ണങ്ങളൊക്കെ വലുതായിപ്പോവും. പറ്റുമെങ്കിൽ ആ ചെറിയ കഷ്ണം അത് ചെറുതാക്കി ഇടുക, അല്ലെങ്കിൽ ആ കഷ്ണങ്ങളൊന്ന് മാറ്റിയേക്കുക. എല്ലാ കഷ്ണങ്ങളും ഒരുപോലെ വഴറ്റിയെടുക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ. കറികളെല്ലാം കുഞ്ഞായി നുറുക്കിയെടുക്കുന്നതിന് ഒരു പ്രത്യേക രുചിയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയാറുണ്ട്. ഇനി നമുക്ക് കറിയാക്കാം. ബാക്കിയെല്ലാം ആയിക്കഴിഞ്ഞു. നമുക്കൊരു ഫ്രൈങ് പാൻ വെച്ച് അതിലേക്ക് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിക്കുക. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. എണ്ണ നന്നായി ചൂടായിട്ടേ ഉള്ളൂ കടുകിടാവുള്ളൂ കേട്ടോ. അതിന് ശേഷം 2-3 വറ്റൽമുളക് മുറിച്ചിടാം. വറ്റൽമുളക് മുറിച്ചിട്ട് അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, ഉള്ളി, പച്ചമുളക്, കൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതെല്ലാം ഒന്ന് വഴന്നു വന്നാൽ മതി. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട. ആ ബ്രൗൺ കളറായി കഴിയുമ്പോൾ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും. കരിഞ്ഞു പോകാനും പാടില്ല കേട്ടോ. ഒരു ചെറുതായിട്ട് ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറി കിട്ടിയാൽ മതി. കാരണം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കൂടെ മാങ്ങയും കൂടെ ഇട്ട് ഒന്നും കൂടെ നമ്മൾ വഴറ്റുന്നുണ്ട്. അപ്പോൾ മാങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കും. ഏതെങ്കിലും വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ മാറ്റി കളഞ്ഞേക്കണേ, അല്ലെങ്കിൽ അത് പൊടിയാക്കി അരിഞ്ഞിടാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരിഞ്ഞിടാം. പക്ഷേ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ മാങ്ങയും നന്നായിട്ടൊന്ന് ഒരുപാട് വെന്ത് പോകണ്ട, പക്ഷേ ഒന്ന് ആവി കയറണം, അത്രയും മതി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരല്പം മഞ്ഞൾപ്പൊടിയാണ്. ഈ മഞ്ഞൾപ്പൊടിയാണ് ഇതിൻ്റെ ടേസ്റ്റ് നിയന്ത്രിക്കുന്ന ഘടകം. ഞാൻ സത്യത്തിൽ ഈ കറിക്കകത്ത് ഇട്ടപ്പോൾ അല്പം മഞ്ഞൾപ്പൊടി കൂടുതലായിപ്പോയി. അതുകൊണ്ട് ആ കറിയുടെ ടേസ്റ്റ്, അതിൻ്റെ കളറെല്ലാം മാറിപ്പോയി. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. അത് നമുക്ക് ചേർക്കേണ്ടത് കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി, 1 ടീസ്പൂൺ ചേർത്താൽ മതി. അതിന് ശേഷം അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു 2-3 ടേബിൾ സ്പൂൺ 2ാം പാലാണ്, തേങ്ങയുടെ 2ാം പാൽ. ഒരുപാട് 2ാം പാൽ ഒഴിക്കണ്ട, കറി ഇത്തിരി കുറുകിയിരിക്കുന്നതാണ് ടേസ്റ്റ്. 2ാം പാൽ ഒഴിച്ചൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും 1ാം പാൽ തന്നെ ഒഴിച്ചേക്കാം. കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഈ കറി തിളച്ച് പോകാതെ ഒന്ന് ചൂടാവണം. നമ്മൾ മോര് കാച്ചുമ്പോൾ പറയില്ലേ, മോര് തിളച്ച് പോകരുതെന്ന്. അങ്ങനെ തന്നെയാണ് തേങ്ങാപ്പാൽ ഒഴിക്കുന്ന കറികളും തേങ്ങ അരച്ച് ഉണ്ടാക്കുന്ന കറികളും തിളയ്ക്കാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും, ടെക്സ്ചറും മാറും. വളരെ ശ്രദ്ധിച്ചിരിക്കണം. തീ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ വീഡിയോ സ്പീഡിൽ കാണിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇളക്കുന്നതായിട്ട് കുറേ പ്രാവശ്യം ഇളക്കുന്നതായിട്ടൊക്കെ തോന്നിയേക്കാം. പക്ഷേ ചെറുതായിട്ട് ഇളക്കി എടുക്കുന്നതാണ് ഭംഗി.
ഒപ്പം രുചി. കഴിഞ്ഞു. ഇതിൽ ആവി വന്ന ഉടനെ തന്നെ അടുപ്പിൽ നിന്ന് ഈ പാത്രം എടുത്തു മാറ്റണം. തീ ഓഫ് ചെയ്തു എന്ന് വിചാരിച്ച് അടുപ്പിൽ തന്നെ ഒരിക്കലും വെച്ചേക്കരുത്. കറി തിളയ്ക്കും. നിങ്ങൾ ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലെ കുറേ ഹെൽത്തി ആയിട്ടുള്ള കറികളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം ഒന്ന് കണ്ടു നോക്കണേ. എൻ്റെ അഭിപ്രായം പറയാൻ മറക്കരുതേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുതേ. ഇനിയും വീണ്ടും ഒരു നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു.